ഇനി ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ലൈബ്രറി ഫീൽ ആണ് കിട്ടുന്നത്. ചേട്ടൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്റെ വൈഫ് എപ്പോഴും കളിയാക്കാറുള്ളത് രണ്ട് കാര്യത്തിന് മാത്രം. ഞാൻ എന്നെ പറയാം എല്ലാം നാളെ എന്ന് പറയും. ഞാൻ ലോട്ടറി ടിക്കറ്റ് പറയാൻ ലോട്ടറി ടിക്കറ്റ് വെക്കാൻ പോകുന്ന ആളെന്നാണ് എന്നെ വൈഫ് പറയാം. ഷോപ്പിങ്ങിന് പോകാൻ പറഞ്ഞാൽ നാളെ പോവാ പറയും, അമ്പലത്തേക്ക് പോകാൻ പറഞ്ഞാൽ നാളെ പോവാ പറയും. പക്ഷെ പുസ്തകം വാങ്ങാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഇപ്പൊ പോവാ പറയും. അപ്പൊ വൈഫ് പറയുന്നത് ഈ രണ്ട് കാര്യത്തിൽ മാത്രമേ നീ ഓക്കെ എന്ന് പെട്ടെന്ന് പറയാറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് എന്റെ മാത്രമല്ല, 4 ജനറേഷൻസിന്റെ കളക്ഷൻ ഉണ്ട്. ആക്ച്വലി എന്റെ മുത്തശ്ശൻ അസാധ്യമായിട്ട് വായിക്കുന്ന ആളാണ്. എന്റെ അങ്കിൾസ്, അച്ഛൻ, അമ്മ, അങ്കിൾസ് എല്ലാവരും. അപ്പൊ അവരുടെ കളക്ഷൻ ഉണ്ട്, എന്റെ കളക്ഷൻ ഉണ്ട്, എന്റെ മക്കളുടെ കളക്ഷൻ ഉണ്ട്. മക്കൾ നന്നായിട്ട് വായിക്കും, 3 പേരും വായിക്കും. അപ്പൊ അങ്ങനെ 4 തലമുറയുടെ കളക്ഷൻ ഇതിൽ കാണാം. ഇതിപ്പോ അത്രയും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി പുറത്തേക്ക് വീണോണ്ടിരിക്കാൻ കേട്ടോ, അത്രയും സാധനം. ഇത് ആക്ച്വലി വളരെ പഴയ കളക്ഷനാണ്. ഇത് മുത്തശ്ശന്റെ കാലത്തുള്ള കളക്ഷനാണ്. ഇതും അതെ, ഡോക്ടർ ജെക്കൈൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നൊക്കെ എന്താ പറയുക, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോട് താല്പര്യമുള്ളവർക്ക് അറിയാം. ഏറ്റവും പഴയ ബുക്സിലുള്ള കളക്ഷനിൽ പഴയ എഡിഷൻസ് ആണ് ഇതൊക്കെ. 1940s 1930s എഡിഷൻ ആണ് ഇതൊക്കെ. പിന്നീട് താഴെ വരും തോറും ഇത് കുറച്ച് റെഫറൻസ് ബുക്സ് ആണ് ഈ ബീറോന്റെ ഉള്ളിലുള്ളത് കൂടുതൽ. അവിടെ കുറേയും കൂടി എന്താ പറയുക, എല്ലാവരും ഉണ്ട്. MT വാസുദേവൻ സാറും. പിന്നെ മലയാളം ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് ഞാനൊക്കെയാണ് മലയാളം കളക്ഷൻ തുടങ്ങിയത്. ബിക്കോസ് അടിപൊളിയായിട്ട് മലയാളം പറയണമല്ലോ, ജനിച്ച് ജീവിച്ചു വളർന്ന പാലക്കാടാണ്. അല്ലെങ്കിൽ പാലക്കാട്ടുകാരെന്നെ പിന്നെ എഴുതാൻ വായിക്കല്ലേ. എന്റെ വൈഫ് മലയാളിയാണ്. അപ്പൊ അവളുടെ അടുത്ത് ആദ്യം കല്യാണം അയക്കണ പഞ്ചാരടിക്കുമ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇല്ല ഇല്ല, ഞാൻ കുഞ്ഞു ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ആന്റിക്കല്ല. ഓക്കെ. അപ്പം ഇത് ഈ ബുക്കൊക്കെ ഭയങ്കര പഴയ തോന്നുന്നുണ്ട്. ഇതാണ് ആ കളക്ഷനിൽ ഉണ്ടായിരുന്ന ബുക്സ് ആണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചിലത് റെഫറൻസ് ബുക്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് ഇൻവിറ്റേഷൻ ടു ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന പഴയ ഒരു എഡിഷനാണ്. എഡിഷൻ ഇയർ നമുക്ക് ഇതിൽ കാണാം. ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുന്നേ അല്ല 1974, but still it is around 50 years old. അതാണ് 50 കൊല്ലം പറയുന്ന ഒരു പുസ്തകത്തിന് നല്ല വയസ്സല്ലേ. അപ്പൊ ഈ കളക്ഷൻ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കവിഞ്ഞൊഴുകി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബീറോ ബുക്ക് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, എവിടെ വെക്കും? ഒരു ബീറോയും കൂടി റെഡിയാക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് ഒരു എസെറ്റ് ആയിട്ടാണ്. ബിക്കോസ് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം, ഇപ്പൊ 2ാം ഊഴമൊക്കെ സത്യം പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് മഞ്ജു എന്ന് പറഞ്ഞിട്ട്, ഞാൻ മലയാളം തുടങ്ങിയത് അങ്ങനെയാണ്. അതായത് അതിനു മുമ്പൊക്കെ ചെറിയ വില ബുക്കൊക്കെ വായിക്കണ്ടായിരുന്നുള്ളൂ. പക്ഷെ കോളേജിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്താ പറയുക, മലയാളം ലിറ്ററേച്ചർ പറഞ്ഞു 2ാം ഊഴം വായിക്കണം പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് മലയാളം ലിറ്ററേച്ചറിനോട് ഭയങ്കര ഇഷ്ടമാവുന്നത്. അത് ഫസ്റ്റ് നല്ലൊരു പുസ്തകം വായിക്കുന്നതും പിന്നീട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഇപ്പൊ കറന്റ്ലി വായിക്കുന്ന ബുക്ക് ഏതാണ്? ഇപ്പൊ വായിക്കുന്ന വേൾഡ് ഹിസ്റ്ററിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. വേൾഡ് ഹിസ്റ്ററി എല്ലാ ഹിസ്റ്ററി അറിയണം. അതായത് ഹിസ്റ്ററി എന്റെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്സിൽ ഒന്നാണ്. എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമല്ല, എനിക്ക് ബി ഗ്രേഡ് ആയിരുന്നു. എനിക്ക് ഞാൻ ഡിഗ്രിയിൽ എനിക്ക് കോളേജ് ഫസ്റ്റ് ആയിരുന്നു ഹിസ്റ്ററിയിൽ. അപ്പൊ നമ്മൾ തമ്മിൽ ചേർന്ന് പോയില്ല. ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാ കുഴപ്പമില്ല.